ഹലോ. സോ എല്ലാവരും സൺഡേ ആയിട്ട് എന്താണ് പരിപാടികൾ? ഇപ്പൊ സൺഡേ ആയിട്ട് ഞങ്ങള് നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവി ഉണ്ടല്ലോ, എന്തായിരുന്നോ പേര്, ഞാൻ പേരങ്ങ് മറന്നു. അപ്പൊ ആ മൂവിക്ക് പോവാണ്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പ്ലാൻസ്, ഫുഡ് കഴിപ്പ്, അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് ഗൗതം. അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ കളങ്കാവലാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പഴങ്കഞ്ഞി അടിച്ചാലെന്ന് വിചാരിച്ച് ഞങ്ങൾ പച്ചക്കുരുമുളക് എന്ന് പറഞ്ഞ നൂറനാട്ടുള്ളൊരു കടയിലാണ് പഴങ്കഞ്ഞി അടിക്കാൻ കയറിയത്. എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. നല്ല തൈരൊക്കെ ഒഴിച്ചങ്ങോട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടെന്ന് ഇളക്കി തിന്നുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നല്ല സൂപ്പർ പഴങ്കഞ്ഞിയാണ് അവിടുത്തെ. നിങ്ങളും നൂറനാട് വഴി പോവുകയാണെങ്കിൽ ആ പച്ചക്കുരുമുളക് കയറി പഴങ്കഞ്ഞി ഒന്ന് അടിച്ച് നോക്കണം. നല്ല സൂപ്പർ പഴങ്കഞ്ഞിയാണ്. ഞങ്ങളങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് നൂറനാട് വരെ വരും ഈ പഴങ്കഞ്ഞി അടിക്കാൻ വേണ്ടി ചില ദിവസങ്ങളിൽ. അപ്പം നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ സ്വാതിയിലെത്തിയിരിക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മൾ കളങ്കാവൽ കാണുന്നത്. രാവിലെ ഒരു 11:30 ഷോയ്ക്കാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെയാണിത്. ഞങ്ങൾ നേരെ സിനിമ ഹാളിലോട്ട് പോകാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഇതുപോലുള്ള ചുമ്മാ ഒരു വീഡിയോസിനൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കളങ്കാവലിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആര്യ. അതാണ് ആര്യയുടെ അമ്മയാണ് ഇരിക്കുന്നത്. ഞാനിവിടെ നിൽപ്പുണ്ട്. നമ്മൾ കയറാനുള്ള ഇതിലാണ്. രണ്ടുപേരുടെ വരവുണ്ട് നമ്മുടെ കൂട്ടത്തിലെ. അവരുടെ വന്നിട്ട് കയറാമെന്ന് വെച്ച് ഒരു ചായയൊക്കെ കുടിച്ച് കയറി. അത് നമ്മൾ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ തുടങ്ങും. അപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സിനിമയുടെ റിവ്യൂ നമുക്ക് അവസാനം പറയാം, എങ്ങനെയുണ്ട് സിനിമയെന്ന് ഫുൾ കണ്ടിട്ട്. ഓക്കെ. ഹായ്. അപ്പൊ നമ്മള് സൺഡേ ഫുഡൊക്കെ കഴിച്ചു, മൂവിയൊക്കെ കണ്ട് വന്നു. നമ്മുടെ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഞങ്ങളുടെ ഒപ്പീനിയനാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല മൂവിയാണ്. സംഭവം പ്രത്യേകിച്ച് ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല, നമുക്കറിയാവുന്ന കഥകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിന്റെ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അങ്ങനെ ഒരു റോള് ചെയ്തു, അതാണ് അതിന്റെ ഫ്രഷ്നെസ്. അതുകൊണ്ട് ആ മൂവി ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മമ്മൂട്ടി ഒരു വില്ലൻ റോള് ചെയ്യുക എന്നുള്ളത് പറയാൻ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു സൈക്കോ വില്ലൻ, നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർ പോയി കാണുക. ഇനി എൻ്റെ അഭിപ്രായം ഇതാണ്. ഇനി ഇവിടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഒരുപക്ഷെ വിനായകനായിരുന്നു ആ ഒരു റോൾ ചെയ്തെങ്കിൽ ഒരു പക്ഷെ ഇത്രയും മൂവി നമുക്ക് അങ്ങോട്ട് എറിക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? പിന്നെ എനിക്ക് എല്ലാരും കൊടുത്ത് അത്ര ഹൈപ്പ് അനുസരിച്ചിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ അതെ, ഞാൻ എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് ഒക്കെ ഉണ്ടെന്ന്. മമ്മൂട്ടി ഇങ്ങനെ റോള് ചെയ്യുമ്പോ നമ്മൾ ശരിക്കും മമ്മൂട്ടി വെറുത്തും. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ എന്റെ മാത്രം ഒപ്പീനിയൻ, എനിക്കങ്ങനെ എനിക്ക് ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ നല്ല മൂവിയാ, ഒരു വട്ടമൊക്കെ കണ്ടിരിക്കുക. എല്ലാരും ഒന്ന് പോയി കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പം എനിക്ക് ഞാനൊരു 10-ഒരു 8 കൊടുക്കും. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ആക്ടിങ്ങിനാണ് അത്രയും കൊടുക്കുന്നത്. കഥയ്ക്കൊന്നും നമ്മൾ അത്രയ്ക്കൊന്നും കൊടുക്കുന്നില്ല. മമ്മൂട്ടിയുടെ ആക്ടിങ്ങിന് ആ ഒരു റോൾ ചെയ്യാനുള്ള എടുത്ത ഒരു റിസ്ക് എലമെന്റിനൊക്കെ നമ്മൾ ഒരു 8 കൊടുക്കാം 10. അതാണ് എന്റെ ഒരു റേറ്റിംഗ്. നീ എത്ര കൊടുക്കുന്നുണ്ട് റേറ്റിംഗ്? മമ്മൂട്ടിയുടെ ആക്ടിങ്ങിന് എനിക്ക് 10/10. എല്ലാവരുടെ ആക്ടിങ്ങിന് 10/10. പക്ഷെ മൂവിക്ക് ഞാൻ ഒരു 10/5. 5 ഭയങ്കര കുറവായി പോയി. പിന്നെ നിന്റെ അഭിപ്രായം പോലെ എനിക്ക് കുറച്ചും കൂടി പഴയ ടൈപ്പ് മൂവീസ് ഒക്കെ എനിക്കിഷ്ടം. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടില്ലെന്നാണ്. പക്ഷെ എനിക്കെന്തോ ഇത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം മൂവിയെ കുറിച്ച്. അപ്പോൾ എല്ലാരും പോയി കാണുക മൂവി തിയേറ്ററിൽ. ഓക്കെ, ബൈ, ശരി.